ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടേ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എല്ലാത്തിന്റെയും ആദ്യമായിട്ടായിരിക്കും ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത ഒരാളെ ടോപ്പ് 5 കയറാണ്ട് എവിക്ട് ചെയ്ത് വിട്ടത്. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ നടന്നതിൽ വെച്ചിട്ട് ഏറ്റവും അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു നൂറയുടെ. കാരണം ആ കുട്ടി അത്രയും കഷ്ടപ്പെട്ട് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോ ടാസ്കും ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടാണ് ആ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തത്. എന്നിട്ടിപ്പോ പറയാ ടോപ്പ് 5 എൻട്രി ഇല്ല, നേരെ മറിച്ച് ടിക്കറ്റ് ഫിനാലെ വീക്കിലേക്ക് എൻട്രി ഉള്ളത്. എന്താ ജാസ്മിന നിന്റെ അഭിപ്രായം? അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് റൂളുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഇത്രയും വർഷത്തിൽ ഞാനും കണ്ടിട്ടില്ല ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞിട്ട് അതൊരു വീക്കാണോന്ന് എനിക്കറിയില്ല. ടിക്കറ്റ് ഫിനാലെ എന്നല്ലേ ഗെയിമിന്റെ പേര് തന്നെ, ടിക്കറ്റ് ഫിനാലെ വീക്ക് എന്നല്ലല്ലോ. അതെ, അപ്പൊ അത് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി. ആദിലെ കപ്പടിക്കണമെന്നായിരുന്നു ആഗ്രഹം, ആദിലേനെയും കയറ്റിയില്ല. ഇപ്പൊ നൂറേനെ എവിക്ട് ചെയ്തിട്ടു. ഭയങ്കര സങ്കടമുണ്ട് ഗൈസ്, ഭയങ്കര സങ്കടമുണ്ട്. കപ്പ് ആരും വേണമെങ്കിലും അടിച്ചോട്ടെ, ഇപ്പൊ ഉള്ളവരൊക്കെ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരാ കപ്പടിക്കാൻ. പക്ഷെ ഈ ഒരു എവിക്ഷൻ അത് ഭയങ്കര അൺഫെയർ ആയിപ്പോയി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അതെ.